നമ്മളിനി ഷിരൂരിലേക്കാണ് പോകുന്നത്. കർണാടക ഷിരൂരിൽ കാണാതായ അർജുനും മറ്റ് 2 പേർക്കുമായുള്ള തെരച്ചിൽ ഇന്ന് പുനരാരംഭിക്കും. ഗോവയിൽ നിന്ന് ഡ്രഡ്ജർ കാർവാർ തീരത്ത് എത്തിച്ചിട്ടുണ്ട്. വേലിയിറക്ക സമയത്ത് ഡ്രഡ്ജർ ഷിരൂരിൽ എത്തിക്കാനാണ് പദ്ധതി. നാവികസേനയും ദുരന്ത നിവാരണ സേനയും സംയുക്തമായിട്ട് തെരച്ചിൽ നടത്തും. ഷിരൂരിൽ നിന്ന് KV ബൈജു ചേരുന്നുണ്ട്. ബൈജു, ഗുഡ് മോർണിംഗ്. വീണ്ടും ഷിരൂരിലേക്ക് എത്തുന്ന സാഹചര്യമാണ്. ബൈജു, ഞാൻ ഇപ്പോഴും ആദ്യ ദിവസം നമ്മൾ അർജുനെ തേടി അർജുനായുള്ള ഒരു വലിയ പ്രയത്നം അവിടെ നടത്തിയത് എന്റെ ഓർമ്മയിൽ ഇപ്പോഴും ഉണ്ട്. വീണ്ടും അർജുന്റെ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിക്കുകയാണ് തിരികെ കിട്ടാൻ, കുടുംബത്തിന്റെ ഒരു സമാധാനത്തിന് വേണ്ടി ആ ലോറിയുടെ ക്യാബിൻ കണ്ടെത്തുക, അങ്ങനെ ഒരുപാട് പ്രതീക്ഷയിലാണ്. എങ്ങനെയാണ് ബൈജു, ഈ ഡ്രഡ്ജർ എത്തിച്ച് തെരച്ചിലുള്ള സാധ്യത എപ്പോഴത്തേക്ക് ആരംഭിക്കാൻ കഴിയുമായിരിക്കും? തീർച്ചയായും എൽദോ, ഈ തുടക്കം മുതൽ തന്നെ നമ്മൾ ഇവിടെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അത് തന്നെയാണ് എൽദോ സൂചിപ്പിച്ചതും. അത് മാത്രമല്ല, പല കാര്യങ്ങളും നമ്മൾ ആദ്യം റിപ്പോർട്ട് ചെയ്തു എന്നതാണ് അതിൽ ഏറ്റവും പ്രധാനം. ഏതായാലും ഞാനിപ്പോൾ നിൽക്കുന്നത് ഗംഗാവലി പുഴയുടെ തീരത്താണ്. ഇവിടെയാണ് ഈ ഡ്രഡ്ജർ, അതായത് ഇന്ന് വൈകിട്ടോടുകൂടി എത്തുക. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് തന്നെ പോകാം. എൽദോ, ഈ കാണുന്ന ഈ സ്ഥലം, ഇവിടെയാണ് ലോറി ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. തുടക്കത്തിൽ തന്നെ ന്യൂസ് 18 പുറത്തുവിട്ട ആ സ്ഥലം, ഇവിടെയാണ് ഈ ഡ്രഡ്ജർ എത്തി തിരച്ചിൽ നടത്തുക. നമുക്കറിയാം, പുഴയുടെ ഒഴുക്കൊക്കെ കുറഞ്ഞ് തെളിഞ്ഞ ഒരു രീതിയിൽ തന്നെയുണ്ട്. ഒരുപാട് മൺകൂനുകൾ, നേരത്തെ നമ്മൾ കണ്ടതിലും വ്യത്യസ്തമായി വലിയ തോതിൽ മൺകൂനുകളൊക്കെ നമുക്കിപ്പോൾ കാണാൻ സാധിക്കും. അത്രത്തോളം വെള്ളം ഇവിടെ കുറഞ്ഞിരിക്കുന്നു. വളരെ അനുകൂലമായ കാലാവസ്ഥ എന്ന് പറയേണ്ടി വരും. മഴ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ തിരച്ചിൽ ഇപ്പോൾ പുനരാരംഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഏതായാലും ഈ ഡ്രഡ്ജർ ഗോവയിൽ നിന്നും ഇന്നലെയാണ് ഇത്തരത്തിൽ കാർവാർ തുറമുഖത്തേക്ക് എത്തിയത്. അവിടെ നിന്നും രാത്രി 9 മണിയോടുകൂടി ഈ ഗംഗാവലി പുഴയിലേക്ക് തിരിച്ചിട്ടുണ്ട്. ഏതായാലും ഇന്ന് ഉച്ചയോടുകൂടി ഈ ഇതിന്റെ സമുദ്ര തീരത്ത് എത്തി വൈകിട്ടോടുകൂടി വേലിയിറക്ക സമയത്ത് മാത്രമാണ് ഈ ഇവിടത്തേക്ക് എത്തുക എന്നാണ് ഇപ്പോൾ നമുക്ക് ഏറ്റവും പുതുതായി അറിയാൻ സാധിക്കുന്നത്. കാരണം വേലിയിറക്ക സമയത്തായിരിക്കും നമുക്ക് ഈ ഇതില് 2 പാലങ്ങൾ വരുന്നുണ്ട്. ആ പാലത്തിന്റെ ഇടയിലൂടെ ഈ പുഴയിലേക്ക് എത്തിക്കാൻ പറ്റും. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ കരയിൽ ഈ ഭാഗത്തുകൂടിയായിരിക്കും, കാരണം കുറച്ച് ആഴമുള്ളത് ഈ ഭാഗത്താണ്. ഈ ഭാഗത്തുകൂടിയായിരിക്കും ഡ്രഡ്ജർ എത്തുക. ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്ന ആ സ്ഥലത്ത് ഡ്രഡ്ജർ, ഈ ടഗ് ബോട്ടിൽ ഘടിപ്പിച്ച ഡ്രഡ്ജർ നിൽക്കുകയും ഇവിടെ തെരച്ചിൽ നടത്താം. ഈ സ്ഥലത്താണ് ആദ്യം തെരച്ചിൽ നടത്തുക. ഇവിടെയാണ് ലോറി കൃത്യമായി സോണാർ പരിശോധനയിലും അതുപോലെ തന്നെ റഡാർ പരിശോധനയിലും ഒക്കെ കണ്ടെത്തിയ ആ സ്ഥലം. ഇതിന് തൊട്ടടുത്തായി ഒരുപാട് മരങ്ങളും ഒക്കെ മൺകൂനങ്ങളും ഒക്കെ നമുക്ക് കാണാം. പക്ഷെ ഇപ്പോഴുള്ള സ്ഥലത്ത് വലിയ ആഴമുണ്ട്. മണ്ണിൽ പൊതിഞ്ഞ നിലയിലാണ് ഈ ലോറി ഉള്ളത്. മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മണ്ണ് കൂടുതൽ അടിഞ്ഞ് ഈ ലോറിയുടെ മുകളിൽ ഉണ്ട് എന്നതാണ് നേവി ഉദ്യോഗസ്ഥരിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും നമ്മോടൊപ്പം ജിതിൻ കൂടി ചേരുന്നുണ്ട്. ജിതിൻ ഇവിടെ കഴിഞ്ഞ ദിവസം തന്നെ എത്തിയിട്ടുണ്ട്. ജിതിൻ, ഇന്ന് തിരച്ചിൽ വീണ്ടും ആരംഭിക്കുകയാണ്. എത്രത്തോളം കുടുംബത്തിന് ഒരു പ്രതീക്ഷ? തീർച്ചയായിട്ടും ഏകദേശം 1 മാസത്തോളമുള്ള കാത്തിരിപ്പായിരുന്നു ഡ്രഡ്ജർ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള. ഒരുപാട് പേരുടെ എഫേർട്ട് ഉണ്ട് ഇതിൽ. കോഴിക്കോട് MP ശ്രീ രാഘവേട്ടൻ, മഞ്ചേശ്വരം MLA, AKM സതീഷ് സേൽ MLA, അവരെല്ലാവരും ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ഈ കാര്യത്തിന് വേണ്ടിയിട്ട്. ഒരുപാട് മുൻകൈ എടുത്തതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഡ്രഡ്ജർ ഇവിടെ എത്താനുള്ള സാഹചര്യം ഉണ്ടായത്. തീർച്ചയായിട്ടും ഇത് ഇന്നിവിടെ എത്തി നാളേക്ക് ഒരു തിരച്ചിൽ പുനരാരംഭിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അർജുനും മറ്റു 2 പേർക്കുമായിട്ടുള്ള ഒരു തെരച്ചിൽ തന്നെയാണ്. ഇതിനൊരു ഉത്തരം നാളെ അല്ലെങ്കിൽ 2 ദിവസം കൊണ്ട് കിട്ടും എന്ന് തന്നെയാണ് നമ്മളെ പ്രതീക്ഷ. നമ്മൾ ഈ തുടക്കത്തിൽ ലോറിക്കകത്ത് അർജുൻ ഉണ്ടാകും, നമുക്ക് വലിയ പ്രതീക്ഷയായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് അവസാനമായി അർജുനെ കാണുക, അത് കുടുംബം ആ രീതിയിൽ പാകപ്പെട്ടും കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ക്യാബിനകത്ത് അർജുൻ ഉണ്ടാകുമെന്ന് തന്നെയാണോ കുടുംബം പ്രതീക്ഷിക്കുന്നത്? അതെ, ആ ഒരു പ്രതീക്ഷ തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. ക്യാബിന്റെ ഉള്ളിൽ അർജുൻ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷ. കഴിഞ്ഞ ദിവസം അജിത് പറയുകയുണ്ടായി കുടുംബം അങ്ങോട്ട് വരുന്നുണ്ട്. ആരൊക്കെയാണ് ഇങ്ങോട്ട് വരാൻ ഉദ്ദേശിച്ചത്? അങ്ങനെ ഒരു തീരുമാനം ഫിക്സ് ചെയ്തിട്ടില്ല. ചിലപ്പം അർജുന്റെ സഹോദരി എല്ലാം വരാൻ സാധ്യത. അർജുന്റെ സഹോദരൻ ഇന്ന് വരും, സഹോദരി നാളെ വരാൻ സാധ്യത ഉണ്ട്. ഈ കഴിഞ്ഞ ദിവസം കാർവാറിലൊരു യോഗം ചേർന്നിരുന്നു. ആ യോഗത്തിലെടുത്ത തീരുമാനം അറിയുമ്പോൾ ഏതൊക്കെ സംവിധാനങ്ങൾ ഉണ്ടാകുമെന്നാണ് ജിതിൻ ഇവിടെ മനസ്സിലാക്കുന്നത്? അങ്ങനത്തെ ഒരു ഒഫീഷ്യൽ റിപ്പോർട്ട് എന്റെ അടുത്ത് ഇതുവരെ കിട്ടിയിട്ടില്ല. കിട്ടിയതിനു ശേഷം ഞാൻ അതിനെ കുറിച്ച് പ്രതികരിക്കുന്നതായിരിക്കും നല്ലത്. എന്തായാലും ഇന്നത്തെ ഈ തെരച്ചിൽ അത് 10 ദിവസം എന്നാണ് നേരത്തെ പറഞ്ഞിരിക്കുന്നത്. അതിൽ കുടുംബം വലിയ പ്രതീക്ഷയുണ്ട്. ക്യാബിൻ ലോറി പുറത്തേക്ക് എടുക്കാൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷ തന്നെയാണ്. അതെ, ആ ഒരു പ്രതീക്ഷ ഞങ്ങൾ ഇപ്പോഴും ഉണ്ട്. കാരണം കളക്ടർക്ക് അന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആദ്യം തന്നെ അവർ ലോറി ഈ ലൊക്കേറ്റ് ചെയ്ത ഭാഗത്തായിരിക്കും ഇനീഷ്യൽ സെർച്ചിങ് നടക്കുക, അവിടെ കേന്ദ്രീകരിച്ചായിരിക്കും കൂടുതൽ തിരച്ചിൽ നടത്തുക എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്.
എൽദോ, അതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. ഈ ലോറിക്കരികിലേക്ക് എത്തുക, ക്യാബിനകത്ത് അർജുൻ ഉറങ്ങുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ക്യാബിനകത്ത് തന്നെ അർജുൻ ഉണ്ടായിരിക്കണം ഈ അപകട സമയത്ത് എന്ന ഒരു ദൗത്യ സംഘവും അതാണ് പ്രതീക്ഷിക്കുന്നത്. ആ രീതിയിൽ ക്യാബിനിലേക്ക് ഈ ലോറി പുറത്തേക്ക് എടുത്ത് ക്യാബിൻ പരിശോധിക്കുക. അതിനകത്ത് ഏതെങ്കിലും തരത്തിൽ നേരത്തെയൊക്കെ കുടുംബം പറഞ്ഞതാണ് അന്ത്യകർമ്മങ്ങൾ ചെയ്യാൻ എങ്കിലും ഏതെങ്കിലും തരത്തിൽ ഈ അർജുന്റെ ഒരു അവസ്ഥ അങ്ങനെ കാണാൻ പറ്റുമോ എന്നതാണ്. അതാണ് കുടുംബം ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും അർജുന്റെ സഹോദരി ഇവിടെ എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വെള്ളിയാഴ്ച ശനിയാഴ്ചയോടുകൂടി എത്തും. എന്തായാലും തിരച്ചിൽ നാളെ രാവിലെ മുതലായിരിക്കും ആരംഭിക്കുക. ഇന്ന് വൈകിട്ടോടുകൂടി ഡ്രഡ്ജർ ഈ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഗംഗാവലി പുഴയുടെ സമീപത്ത് എത്തിക്കും. ഏതായാലും കാർവാറിൽ നിന്നും ഇന്നലെ രാത്രി 10 മണിയോടുകൂടി ഈ ഗംഗാവലി പുഴയിലേക്ക് ശിരൂരിലേക്ക് ഈ ഡ്രഡ്ജർ പുറപ്പെട്ടിട്ടുണ്ട്. 10 മണിക്കൂറാണ് സമയം പറഞ്ഞത്. അത് ഇവിടെ സമുദ്രതീരത്ത് അവർ എത്തി അവിടെ നങ്കൂരമിട്ടതിന് ശേഷം വൈകിട്ട് വേലിയിറക്ക സമയം നോക്കി മാത്രമേ ഗംഗാവലി പുഴയിലേക്ക് വരും. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ ഒന്ന് ഒരിക്കൽ കൂടി പോയാൽ ഇതാണ് ഏറ്റവും പുതിയ ഈ ശിരൂരിൽ നിന്നുള്ള ദൃശ്യം. ഒരുപാട് പേരാണ് ഇതുവഴി യാത്ര മുംബൈ, നമുക്കറിയാം ഇത് മുംബൈ പാതയാണ്. ഒരുപാട് പേരാണ് ഇവിടെ എത്തുന്നതും ഈ ഒരു ദുഃഖത്തിൽ പങ്കുചേരുന്നതും. അല്പസമയം മുമ്പ് വരെ നിരവധി പേർ ഇവിടെ എത്തിയിരുന്നു. ഇവിടെ ഇപ്പോൾ പോലീസ് ഇവിടെ ഏതെങ്കിലും തരത്തിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്ത് ഇവിടെ നിൽക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ മലയുടെ ഒരു അവസ്ഥ നമുക്ക് ഇപ്പോഴും ഒന്ന് കാണാവുന്നതാണ്. ഈ മല ഇപ്പോഴും ഇടിഞ്ഞ് വീഴാവുന്ന ഒരു അവസ്ഥയിൽ തന്നെയാണ്. അതുകൊണ്ട് ഇതൊരു അപകട മേഖലയായാണ് ഇപ്പോൾ സൂചിപ്പിക്കുന്നത്. അത്തരത്തിൽ CCTV ക്യാമറ ഒക്കെ സ്ഥാപിച്ച് പോലീസ് സുരക്ഷ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. ഇവിടെ ഏതെങ്കിലും തരത്തിൽ അധിക സമയം നിൽക്കാൻ അല്ലെങ്കിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനോ അനുവദിക്കാത്ത ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും ഇന്നത്തെ ഈ തെരച്ചിൽ, ഈ ദൗത്യം വലിയ തോതിൽ ഒരു പ്രതീക്ഷ തന്നെയാണ് കുടുംബത്തിനും. ഒപ്പം ഇത് ഏറ്റവും അവസാനമായി നടത്തുന്ന ഒരു ദൗത്യമാണ്. 10 ദിവസം നീണ്ടു നിൽക്കുന്ന 1 കോടി രൂപ വാടകയ്ക്കാണ് ഈ ഡ്രഡ്ജർ ഇവിടെ എത്തിച്ചിരിക്കുന്നത്. 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ തെരച്ചിൽ ഒരു പക്ഷേ 3-4 ദിവസത്തിനുള്ളിൽ തന്നെ ഇതിനൊരു ഉത്തരമുണ്ടാകും. എന്തായാലും നിർണായകമായ ഒരു തെരച്ചിൽ എന്ന് പറയാം. അത് ഏറ്റവും അവസാനമായി നടത്തുന്ന ഒരു തെരച്ചിൽ എന്ന് പറയാം. 3 പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത്. ജഗന്നാഥിനെയും ലോകേഷിനെയും. അർജുന് പുറമെ അത് കന്നഡികരാണ്. അവരൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ ദേശീയ പാതയൊക്കെ ഉപരോധിക്കുന്ന രീതിയിൽ വലിയ സമ്മർദ്ദം കർണാടക സർക്കാരിന്റെ മേലിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് വളരെ പെട്ടെന്ന് തന്നെ ഇപ്പോൾ ഈ തെരച്ചിലുമായി കർണാടക സർക്കാർ മുന്നോട്ട് പോകുന്നത്. അപ്പോഴും ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയിരിക്കുന്നത് ലോറിക്കരികിലേക്ക് ക്യാബിനിലേക്ക് അർജുൻ ഏതെങ്കിലും തരത്തിൽ കണ്ടെത്താൻ കഴിയുമോ എന്നതാണ് പരിശോധിക്കുന്നത്. അതിനൊപ്പം ഇതേ സ്ഥലത്ത് ഞാനിപ്പോൾ നിൽക്കുന്ന ഇവിടെയാണ് ഈ ചായക്കടയൊക്കെ ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ്. ഇവിടെയാണ് ഏറ്റവും വലിയ ഈ അപകടത്തിന് വ്യാപ്തി കൂടുതലുണ്ടായ ഒരു പ്രദേശമാണ് ഇവിടെ. ഇവിടെ ഉണ്ടായ കടയൊക്കെ കാണാനേ ഇല്ലാത്തൊരു സാഹചര്യമാണ്. ഇവിടെയാണ് ഈ തെരച്ചിൽ നടത്തുക. ഈ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് വളരെ ശാന്തമായി കിടക്കുന്നു. മാത്രമല്ല മൺകൂനകൾ കൂടുതൽ പ്രകടമാവുന്നുണ്ട്. ആദ്യമൊക്കെ ആ മൺകൂനയുടെ മുകൾ ഭാഗം മാത്രമായിരുന്നു. അതായത് ജലനിരപ്പ് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കാലാവസ്ഥ അനുകൂലമാണ്. അങ്ങനെ ഒരുപാട് ഘടകങ്ങളുണ്ട്. അപ്പോഴും ഈ ഡ്രഡ്ജർ എത്തിക്കുന്നതിൽ കുറെ തടസ്സങ്ങളില്ല. അവിടെ ഒരു പാലമുണ്ട്. ആ പാലം മറികടന്ന് വേണം ഡ്രഡ്ജർ എത്തിക്കാൻ. അതിന് വേലിയിറക്കത്തിനെ കാത്തിരിക്കണം. വെള്ളം വീണ്ടും താഴണം. ഇത്തരമൊരു സാഹചര്യമൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണോ ഈ നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നത്? തീർച്ചയായും ഈ ഡ്രഡ്ജർ ഗോവയിൽ നിന്നും ഇത്തരത്തിൽ കാർവാറിൽ എത്തിക്കാൻ തന്നെ വളരെ പ്രയാസപ്പെട്ടു. കാരണം ചെറിയ കാറ്റ് പോലും കടൽ മാർഗം ഇത് വരുമ്പോൾ അത് വലിയ തടസ്സമാണ്. പക്ഷേ ഏതെങ്കിലും തരത്തിലൊരു പ്രതിസന്ധി ഇല്ലാതെ തന്നെ ഇത് കാർവാറിൽ എത്താൻ കഴിഞ്ഞു എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. കൃത്യസമയത്ത് നേരത്തെ കമ്പനി അധികൃതർ ഏത് തരത്തിലാണോ വ്യക്തമാക്കിയത് ആ സമയത്ത് തന്നെ കാർവാറിലേക്ക് എത്താൻ കഴിഞ്ഞു എന്നതാണ് ഇതിൽ ദൗത്യത്തിൽ ഏറ്റവും വലിയ ഒരു പ്രാധാന്യമായി പറയാൻ കഴിയുന്നത്. ഇനി ഇങ്ങോട്ടും ഇവിടത്തേക്ക് എത്താനും അതുപോലെ തന്നെയാണ് ഇവർ പ്രതീക്ഷിക്കുന്നത്. അതിനാണ് വൈകിട്ട് 4 മണിക്ക് ശേഷം ആ വേലിയിറക്കം നേരത്തെ സൂചിപ്പിച്ചതുപോലെ വേലിയിറക്ക സമയത്തായിരിക്കും ഇങ്ങോട്ട് കൊണ്ടുവരിക. അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും തരത്തിൽ വെല്ലുവിളി ഇല്ല എന്ന് തന്നെയാണ് ഈ ഡ്രഡ്ജർ കമ്പനി അധികൃതരുമായി നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ അവർ വ്യക്തമാക്കിയിരിക്കുന്നത്. ആ സമയത്ത് കൃത്യമായി എത്താൻ പറ്റും. കാരണം അതിനൊക്കെ ഉള്ള പരിശോധനകൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇവർ നടത്തിയിരുന്നു. കൂടാതെ നേവിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇവിടെ പരിശോധന നടത്തുകയായിരുന്നു. ഏതെങ്കിലും തരത്തിൽ അടിയൊഴുക്കോ അതല്ല നേരത്തെ എൽദോ സൂചിപ്പിച്ചതുപോലെ തന്നെ ആശങ്ക ഏതെങ്കിലും ഉണ്ടോ എന്ന കാര്യത്തിൽ. പക്ഷേ ആ കാര്യത്തിലൊന്നും ഏതെങ്കിലും തരത്തിലൊരു പ്രതിസന്ധി ഇല്ല എന്ന് തന്നെയാണ് നേവിയും പറയുന്നത്. നേവി ഏറ്റവും പ്രധാനം ഈ ലോറി കൃത്യമായി ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ആ സ്ഥലത്ത് ഒരിക്കൽ കൂടി വേണമെങ്കിൽ നമുക്ക് ദൃശ്യങ്ങളിൽ പോകാം. ഇവിടെയാണ് ആ ലോറി ഉള്ള സ്ഥലം. ഇവിടെയാണ് ഡ്രഡ്ജർ സ്ഥാപിച്ച് അവിടെ ഒരു മാർക്ക് ചെയ്ത് നേവി കൃത്യമായി വെച്ചിട്ടുണ്ട്. ആ മാർക്ക് ചെയ്ത സ്ഥലത്താണ് ആദ്യം അവിടെയുള്ള മണ്ണും ചെളിയുമൊക്കെ കല്ലുമൊക്കെ ഈ ഡ്രഡ്ജർ ഉപയോഗിച്ച് നീക്കം ചെയ്ത്
അവിടെ ലോറി ക്രെയിൻ ഉപയോഗിച്ച് മുകളിലേക്ക് ഉയർത്തുക. ഇതാണ് ഇവർ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. അത് ഒരു 3 ദിവസമോ അല്ലെങ്കിൽ 4 ദിവസം അതിനുള്ളിൽ തന്നെ ഈ ഒരു നമ്മൾ 2 മാസത്തിലധികമായി ചോദിക്കുന്ന ഒരു ചോദ്യം, എവിടെയാണ് അർജുന്റെ ലോറി എവിടെയാണ് എന്ന ഒരു വലിയ ചോദ്യം, അതിന് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുക. ഏതായാലും ഈ സ്ഥലം കൃത്യമായി മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഇത് സംബന്ധിച്ച് കാറ്റും അടിയൊഴുക്കും അതൊക്കെ പരിശോധന നടത്തിയിരുന്നു. അതെല്ലാം വളരെ അനുകൂലമായ സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. കഴിഞ്ഞ തവണത്തെ പോലെയല്ല, നല്ല വെയിലാണ് ഈ പ്രദേശത്ത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാണ്. മാത്രമല്ല വെള്ളത്തിന്റെ നിറമൊക്കെ നേരത്തെ മണ്ണ് നിറഞ്ഞതാണെങ്കിൽ വളരെ ക്ലിയറുള്ള ഒരു വെള്ളം തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ആ കുടുംബത്തിന്റെ അവരുടെ ഏറ്റവും അവസാനമായി ഒരു മറ്റ് അന്ത്യകർമ്മങ്ങൾ ഉൾപ്പെടെ നടത്താൻ അർജുന്റെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഭാഗം കണ്ടെത്തുക എന്നത് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. ഏതായാലും ഈ ദൃശ്യങ്ങളിൽ നമുക്ക് ഒന്നും കൂടി പോയാൽ ആ പാലം നമുക്ക് കാണാം. ആ ഒരു പാലമാണ്, ഈ പാലം കടന്നാണ് ഇത്തരത്തിൽ ഈ ഡ്രഡ്ജർ കടന്നു വരേണ്ടത്. അതിന് കൃത്യമായ ആ വീതിയും അതൊക്കെ അവർ നേരത്തെ പരിശോധന നടത്തിയിരുന്നു. അതിന് വലിയ തടസ്സങ്ങളൊന്നും നിലവിൽ ഇല്ല. മാത്രമല്ല ഈ അരികിലൂടെയാണ് ഇത് വരിക. ഇവിടെ നല്ല ആഴമുണ്ടെന്നാണ് ഡ്രഡ്ജർ കമ്പനി അധികൃതർ അവർ നടത്തിയ പരിശോധനയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അവർ അങ്ങനെയാണ് നമ്മോട് പറഞ്ഞതും. എന്തായാലും ഡ്രഡ്ജർ ഒരു 9:30-10 മണിയോടുകൂടി തന്നെ ഇതിന് തൊട്ടടുത്ത് അഴിമുഖത്ത് എത്തും. അവിടെ അത് നങ്കൂരമിടും. പക്ഷേ വൈകിട്ട് മാത്രമേ ഇങ്ങോട്ടേക്ക് അവർക്ക് പുറപ്പെടാൻ പറ്റൂ എന്നാണ് പറയുന്നത്. കാരണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ വേലിയിറക്ക സമയത്ത് കൃത്യമായി ഈ ടഗ് ബോട്ടും ഇത്തരത്തിൽ കൊണ്ടുവരാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ആ സമയം തെരഞ്ഞെടുത്തതും. എന്തായാലും ഇന്ന് തെരച്ചിൽ ഉണ്ടാകില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ നാളെ ആയിരിക്കും തെരച്ചിൽ നടത്തുക. നാളെ രാവിലെ മുതൽ NDRF-ഉം SDRF-ഉം പോലീസും അങ്ങനെ എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഉണ്ടാവും. കഴിഞ്ഞ ദിവസങ്ങളിൽ തുടക്കത്തിലൊക്കെ നമ്മൾ കണ്ടതാണ് ആ ദൃശ്യങ്ങൾ. അതേ രീതിയിലുള്ള ഒരു തെരച്ചിൽ തന്നെയാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. ആ രീതിയിൽ ഒരു തെരച്ചിൽ ഉണ്ടാകും. അതിന് ഇന്നലെ കാർവാറിൽ ചേർന്ന യോഗത്തിൽ അത് സംബന്ധിച്ച തീരുമാനവും ഉണ്ടായിരിക്കുന്നു. ഏതായാലും AKM അഷ്റഫ് MLA ഇന്നലെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹമാണ് ഇതിന് കേരളത്തിൽ നിന്നും എത്തിയ MLA എന്ന നിലയിൽ ഏകോപനം നടത്തുന്നത്. ഒപ്പം ജില്ലാ ഭരണകൂടം ഇതിന് മേൽനോട്ടം വഹിക്കും. നേവി ആയിരിക്കും തിരച്ചിൽ നടത്തുക. ഏതായാലും ഈശ്വർ മൽപ്പ ഉൾപ്പെടെയുള്ളവരെ ഇവിടെ എത്തിക്കുന്ന കാര്യത്തിൽ ഒരു തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല. അതൊരു പക്ഷേ നേവിയുടെ മുങ്ങൽ വിദഗ്ധർ തന്നെയായിരിക്കും അത് സംബന്ധിച്ച തെരച്ചിലൊക്കെ ആയി മുന്നോട്ട് പോവുക. അത്തരത്തിൽ ഈശ്വർ മൽപ്പയുടെ ഒരു ആവശ്യം നിലവിലില്ല എന്നാണ് അവർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും ആ കാര്യത്തിൽ ഒരു തീരുമാനം ഇനി വരേണ്ടതുണ്ട്. എന്തായാലും തിരച്ചിൽ നടത്താനുള്ള വളരെ അനുകൂലമായ ഒരു സാഹചര്യമാണ്. ഇതിനൊരു ഉത്തരം ഇനി ഒരു പക്ഷേ തിങ്കളാഴ്ചക്കകം തന്നെ ഈ ലോറി പുറത്തേക്ക് എടുക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. ഏതായാലും കാലാവസ്ഥ വരും ദിവസങ്ങളിലൊന്നും തന്നെ ഏതെങ്കിലും തരത്തിൽ പ്രതികൂലമല്ല, അനുകൂലമായ കാലാവസ്ഥ തന്നെയാണ്. ഈ ഡ്രഡ്ജർ ഏതായാലും ഈ കാർവാറിൽ നിന്നും ഇത്തരത്തിൽ ഈ ഗംഗാവലി പുഴയിലേക്ക് ഇപ്പോൾ പുറപ്പെട്ടിട്ടുമുണ്ട്. 10 മണിക്കൂറാണ് അതിന്റെ സമയം അവർ പറയുന്നത്. ഏതായാലും ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഗംഗാവലി പുഴയിൽ ഡ്രഡ്ജർ എത്തിക്കും. അങ്ങനെയാണെങ്കിൽ നാളെ രാവിലെ മുതൽ തന്നെ 7 മണിയോടുകൂടി എല്ലാ സംവിധാനങ്ങളുള്ള തിരച്ചിൽ തുടരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എൽദോ ബൈജു, അതുപോലെ നമ്മുടെ ഈശ്വർ മാൽപ്പെ വരുന്നത് സംബന്ധിച്ചുള്ള എന്തെങ്കിലും പ്രതികരണം നമുക്ക് ലഭിച്ചിട്ടുണ്ടോ? തീർച്ചയായും ഈ കാര്യത്തിൽ കാർവാറിൽ ചേർന്ന യോഗത്തിൽ ഇത് സംബന്ധിച്ച് ചർച്ച ഉയർന്നിരുന്നു. നിലവിൽ നേവി വ്യക്തമാക്കുന്നത് അവരുടെ സംവിധാനങ്ങൾ ഇപ്പോൾ അടിയൊഴുക്ക് തീരെയില്ല. നേരത്തെ 7 നോട്ട്സ് ഒക്കെ ആയിരുന്നു. അതായത് മനുഷ്യ സാധ്യമല്ലാത്ത രീതിയിൽ വലിയ തോതിൽ പ്രതിസന്ധിയൊക്കെ ഉണ്ടായത് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ 2 നോട്ട്സിനും താഴെ അത്രത്തോളം അടിയൊഴുക്ക് കുറഞ്ഞൊരു സാഹചര്യമാണ്. നേവിയുടെ മുങ്ങൽ വിദഗ്ധർ തന്നെ ആ കാര്യങ്ങൾ, അതായത് ഇത് ഏറ്റവും പ്രധാനം, ഈ ലോറി മണ്ണിൽ നിന്ന് പൂണ്ടുകിടക്കുന്ന ലോറി ഈ ഡ്രഡ്ജർ ഉപയോഗിച്ച് അതിന് മണ്ണ് നീക്കം ചെയ്തതിന് ശേഷം അതിന് ക്രെയിൻ ഉപയോഗിച്ച് പുറത്തേക്ക് എടുക്കുകയാണ്. അത് ഇനി ഏതെങ്കിലും തരത്തിൽ മുങ്ങൽ വിദഗ്ധരെ കൊണ്ടുവന്ന് ഇതിൽ തെരച്ചിൽ നടത്തേണ്ട ഒരു സാധ്യത അല്ലെങ്കിൽ ഒരു സാഹചര്യം ഇല്ല എന്നാണ് ഇവർ വ്യക്തമാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈശ്വർ മൽപ്പയുടെ സേവനം താൽക്കാലികമായി ഉണ്ടാകില്ല. അത്തരത്തിൽ ഈശ്വർ മൽപ്പയുമായി നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിൽ ഇവർ വിവരം അറിയിച്ചിട്ടില്ല. ഒരു പക്ഷേ നാളെ കഴിഞ്ഞോ ആയിരിക്കും ഈശ്വർ മൽപ്പയൊക്കെ സേവനം ഉണ്ടാവുക. കാരണം ഈ ടഗ് ബോട്ട് ഇവിടെ എത്തിച്ചാൽ അതിനുശേഷം കുറച്ച് സമയം ഈ ടഗ് ബോട്ട് ഇവിടെ ഉറപ്പിക്കുന്നതിനും മറ്റുമായി കുറച്ച് സമയമെടുക്കുമെന്നാണ് പറഞ്ഞത്. അതിനുശേഷം മാത്രമേ ഈ മണ്ണ് നീക്കം ചെയ്യും. ഇതിന് ലോറിക്ക് മുകളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന മണ്ണൊക്കെ നീക്കം ചെയ്യേണ്ടതുണ്ട്. അത് കഴിഞ്ഞ് ഈ ലോറി ഉയർത്തുക, അതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനം. നമ്മളത് കാർവാറിൽ കണ്ടതാണ്. കാർവാറിലെ ആ പാലം തകർന്നു വീണ് ഒരു ലോറി വെള്ളത്തിൽ വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. നമ്മളവിടെ നേരിട്ട് പോയതാണ്. ആ സമയത്ത് ഏത് രീതിയിലാണോ ആ ലോറി പുറത്തേക്ക് എടുത്തത് അതിന് സമാനമായ രീതിയിൽ തന്നെയായിരിക്കും ഇവിടെയും ഉണ്ടാവുക. ആ രീതിയിൽ തന്നെയായിരിക്കും
ഈ സംവിധാനങ്ങൾ ഒരുക്കുക. ഏതായാലും എല്ലാ സംവിധാനങ്ങളും ഉണ്ടാകും. ഏതെങ്കിലും തരത്തിൽ വീഴ്ച, ഏതെങ്കിലും തരത്തിൽ ഒരു ഉദാസീനത കർണാടക സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇല്ല എന്ന് തന്നെയാണ് നമുക്ക് നിലവിൽ ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. NDRF ആയിരിക്കും ഇതിന് നേതൃത്വം വഹിക്കുക. പക്ഷേ നേവി ആയിരിക്കും തെരച്ചിലുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളിലേക്ക് അടുക്കുക. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്താണ് ഈ ലോറിയുടെ കയർ, മരത്തിനൊക്കെ കെട്ടിയിരുന്ന വലിയ കയർ, 25 മീറ്ററോളമുള്ള കയറൊക്കെ കിട്ടിയ സ്ഥലമാണ്. ലോറി കൃത്യമായി ഈ ചായക്കട നിന്നിരുന്ന സ്ഥലത്ത് ഇവിടെ പാർക്ക് ചെയ്ത ലോറി ഈ വെള്ളത്തിൽ പതിക്കുകയും ആ മണ്ണിനടിയിലേക്ക് പൂണ്ടുപോയിരിക്കും എന്നതാണ് നേവി ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. അത് ഏതായാലും ഇനി നാളെ ഒരു ഉച്ചയോട് കൂടി തന്നെ അതിനൊരു ഉത്തരം ലഭിക്കും. പിന്നീട് ഈ ലോറി പുറത്തേക്ക് എടുക്കാനുള്ള ശ്രമമായിരിക്കും നടക്കുക. ഏതായാലും 2-3 ദിവസത്തെ ദൗത്യം കൊണ്ട് തന്നെ ഇതിനൊരു ഉത്തരം കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എൽദോ, ഉറപ്പായും എന്തായാലും ബൈജു തുടരുക. അവിടെ ഡ്രഡ്ജർ പരിശോധന, അവിടെ തെരച്ചിലൊക്കെ ആരംഭിക്കുമ്പോൾ ബൈജു അവിടെ നിന്ന് വിവരങ്ങൾ പങ്കുവെക്കുകയും ചെയ്യും. തൽക്കാലം ഇപ്പോൾ ബൈജുനെ ഫ്രീ ആക്കുന്നു അല്ലേ?